പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ കരുണയാൽ നിങ്ങൾ എല്ലാവരും പൂരിതരാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അല്ല, ഉച്ച സ്വരത്തിൽ നിങ്ങൾ ആമേൻ പറയുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്താണ്. കുട്ടികളൊക്കെ ആമേൻ പറയാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് ഞാൻ വിശ്വാസത്തിൽ കാണുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ അഭിഷേകാഗ്നി കർത്താവിൻ്റെ വലിയ കരുണയാണ്. ഓരോ ദിവസവും ഓരോ അഭിഷേകാഗ്നിയിലും ഓരോ ഞായറാഴ്ചയിലും കർത്താവിൻ്റെ പുതിയ സ്നേഹവും പുതിയ വെളിപ്പെടുത്തലാണ്. ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാരിച്ചൻ്റെ പ്രാർത്ഥനകൾ, അനുഗ്രഹങ്ങൾ, ആശംസകൾ, ഇതെല്ലാം ഇതിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കരുണയാൽ ഇത്രയും വർഷങ്ങളായിട്ട് വട്ടാരിച്ചൻ്റെ കൂടെ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ ആത്മാവിൽ പ്രവർത്തിക്കാൻ കർത്താവ് വലിയ കൃപ നൽകി. ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനോട് കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പരിശുദ്ധാത്മാവിനോട് നമ്മൾ നിരന്തരമായിട്ട് അപേക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ബന്ധമുള്ള ഒരു വ്യക്തിയോട് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ തുറന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്, അതേസമയം ഒരു വ്യക്തിയുമാണ്. ഒരു വ്യക്തിയോട് എന്നതുപോലെ പരിശുദ്ധാത്മാവോട് നമ്മൾ സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളൊക്കെ ചാടി എഴുന്നേൽക്കാം. കുറേ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പരാധീനതകൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, അവിടെ എല്ലാം പരിശുദ്ധാത്മാവോട് നമ്മളെ സഹായം ചോദിക്കുകയാണ്. ആത്മാവ് സഹായം ചോദിച്ചാൽ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനമാണ്. കർത്താവിൻ്റെ അന്ത്യ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ തുറന്ന് പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉജ്ജ്വലിക്കണം. ജ്ഞാനസ്നാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ഞങ്ങളിൽ ജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ. ജ്ഞാനസ്നാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ഞങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണം, ഞങ്ങളെ ബലപ്പെടുത്തണം, ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അമർത്യനാണല്ലോ, അവിടുന്ന് ബലവാനാണല്ലോ, അവിടുന്ന് സർവശക്തനാണല്ലോ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ദുർബലരാണ്, ബലഹീനരാണ്, ഒന്നുമില്ലാത്തവരാണ്. എന്നാൽ ഞങ്ങൾ അങ്ങയെ ആശ്രയിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ ആത്മാവേ, ഞങ്ങളങ്ങയെ ആശ്രയിക്കുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ശക്തി തരണം, ഞങ്ങളെ ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിൽ നിറയുന്നവനേ, എന്നിൽ വസിക്കുന്നവനേ, എന്നെ കാക്കുന്നവനേ, ആരാധന. എന്നിൽ നിറയുന്നവനേ, എന്നിൽ വസിക്കുന്നവനേ, എന്നെ കാക്കുന്നവനേ, ആരാധന. എന്നിൽ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ. എന്നിൽ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ ഹൃദയം നീ തരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ ഹൃദയം നീ തരണേ. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധന. ദൈവാരൂപിയേ, അങ്ങേ ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധന. ദൈവാരൂപിയേ, അങ്ങേ ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. ദൈവ
ദൈവാത്മാവിനെന്നും ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യത്തിൽ ഇടപെടുമെന്ന് വാഗ്ദാനം ഉണ്ടല്ലോ കർത്താവേ. ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലെന്ന് വാഗ്ദാനം ഉണ്ടല്ലോ. ചോദിക്കുന്നതിൽ കൂടുതൽ തരുവെന്ന് എഫേസസ് 3:20 വാഗ്ദാനം ഉണ്ടല്ലോ. ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, അനുദിന ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഒരു വഴി തുറന്ന് കിട്ടുന്നില്ല. ദൈവമേ, നെടുവീർപ്പുകളും കർത്താവേ പലതരത്തിലുള്ള വിഷമതകളും അറിഞ്ഞിരിക്കുന്ന ഒരു ഹൃദയമാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണം, ഞങ്ങളെ വഴി നടത്തണം. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ദൈവഭക്തി തരണം, ദൈവസ്നേഹം തരണം, ശക്തി തരണം, കൃപ തരണം. സ്വർഗത്തിന്റെ സമ്പത്തെല്ലാം ഞങ്ങളിലേക്ക് വർഷിക്കണം. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമൂഹ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എല്ലാവരും എന്നെ കൃപാമാരി വർഷിക്കണമേ. ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു. എന്നെ നയിക്കുന്നവനെ, എന്നെ ഭരിക്കുന്നവനെ, എൻ കൂടെ ഇരിക്കുന്നവനെ ആരാധന. എന്നെ നയിക്കുന്നവനെ, എന്നെ ഭരിക്കുന്നവനെ, എൻ കൂടെ ഇരിക്കുന്നവനെ ആരാധന. എന്നിൽ സ്നേഹമായി ദൈവഭക്തിയായി അഭിഷേകമായി വരണേ, എന്നിൽ സ്നേഹമായി ദൈവഭക്തിയായി അഭിഷേകമായി വരണേ. കത്തിജ്വലിച്ചൊരു സാക്ഷിയാകാൻ അഗ്നി പകർന്നിടണേ, കത്തിജ്വലിച്ചൊരു സാക്ഷിയാകാൻ അഗ്നി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധന, ദൈവാരൂപിയേ അങ്ങേ ആരാധന. വിളിക്കുന്നു പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധന, ദൈവാരൂപിയേ അങ്ങേ ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ. ആത്മാവെ വന്ന് നിറയണമേ, ആത്മാവെ വന്ന് നിറയണമേ. ശൂന്യതയിൽ വന്ന് നിറയണമേ, ശൂന്യതയിൽ വന്ന് നിറയണമേ. ഹൃദയത്തിന്റെ ശൂന്യതയിൽ വന്ന് നിറയണമേ, ഹൃദയത്തിന്റെ ശൂന്യതയിൽ വന്ന് നിറയണമേ. മനസ്സിന്റെ മന്ദതയിൽ വന്ന് നിറയണമേ, മനസ്സിന്റെ മന്ദതയിൽ വന്ന് നിറയണമേ. ഉത്സാഹമായി നിറയട്ടെ, തീഷ്ണതയായി നിറയട്ടെ, ഭക്തിയായി നിറയട്ടെ, സ്നേഹമായി നിറയട്ടെ, വിശ്വാസമായി നിറയട്ടെ, പ്രാർത്ഥനാ വരങ്ങളായി നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ, വഴികളെല്ലാം തെളിഞ്ഞ് വരട്ടെ. വചനത്തിന്റെ ആത്മാവായി വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന ആരാധന. ഓരോരുത്തരെ സ്പർശിക്കണമേ, ബാലിക ബാലന്മാരെ സ്പർശിക്കണമേ. കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവിൽ പൂരിതരായി തീരട്ടെ. യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യുവദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രായമുള്ള മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. ഓ ദൈവമേ, ആദിമസഭയിൽ അപ്പസ്തോലന്മാര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവേ, സമൂഹത്തിന് മുഴുവൻ ആത്മാവ് വ്യാപരിച്ചതുപോലെ വ്യാപരിക്കട്ടെ. ദൈവമേ, പത്രോസ് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സമൂഹത്തിന് മുഴുവൻ പരിശുദ്ധാത്മ നിറഞ്ഞതുപോലെ നിറയട്ടെ. ഹൃദയം ഇപ്പോൾ ജ്വലിച്ചിട്ട് കർത്താവേ, തീഷ്ണത കൊണ്ട് എരിയട്ടെ കർത്താവേ, തീഷ്ണത കൊണ്ട് എരിയട്ടെ കർത്താവേ. മന്ദത മാറട്ടെ കർത്താവേ, ക്ഷീണം മാറട്ടെ കർത്താവേ, അലസത മാറട്ടെ കർത്താവേ. ഹല 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 സ്തുതിപ്പിന്റെ വരങ്ങൾ നിറയട്ടെ, സ്തുതിപ്പിന്റെ കൃപകൾ നിറയട്ടെ, സ്തുതിപ്പിന്റെ കൃപകൾ നിറയട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, കണക്ക് ചോദിക്കുമ്പോൾ എന്തു കൊടുക്കും? ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ
പലതരത്തിലുള്ള കണക്കുകൾ കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനയിൽ പലതവണ ആവർത്തിക്കുന്ന ഒരു പ്രയോഗമാണ് ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില കാര്യങ്ങളിൽ കണക്ക് കൊടുക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് കണക്ക് കൊടുക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ നമ്മൾ ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ചില വചനങ്ങൾ പഠിക്കാം. കുട്ടികൾ ബൈബിളൊക്കെ എടുത്തോ, നോട്ട്ബുക്കൊക്കെ എടുത്തോ. റോമ ലേഖനത്തിൽ 14-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ലെറ്റ് റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 10 to 12. നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു? അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണല്ലോ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാ മുട്ടുകളും എൻ്റെ മുൻപിൽ മടങ്ങും, എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ശപഥം പൂർവം അരുളിച്ചെയ്യുന്നു. ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. സഹോദരനെതിരെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? സഹോദരനെ എന്തിനാണ് നിന്ദിക്കുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു നാളുകൾ ഈ കാലഘട്ടങ്ങളൊക്കെ മാറും. മരണമൊരു യാഥാർത്ഥ്യമാണ്, ന്യായാധിപനൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വിധിയാളനായ ഈശോ മിശിഹായുടെ മുൻപിൽ ഒരു നാൾ നമ്മൾ നിൽക്കേണ്ടി വരും. എല്ലാ മുട്ടുകളും ഇന്ന് മടങ്ങാത്ത എല്ലാ മുട്ടുകളും മടങ്ങും ദൈവത്തിൻ്റെ സന്നിധിയിൽ. എന്നിട്ട് പറയുകയാണ്, ഗ്രൂപ്പായിട്ടല്ല, കുടുംബം ഒരുമിച്ചല്ല, ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വി ആർ അക്കൗണ്ടബിൾ ബിഫോർ അവർ ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കണക്ക് കൊടുക്കാൻ ഒരു കടപ്പാടുണ്ട്. ഇത് ബൈബിളിൽ ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്ത് ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന വചനമാണ്. വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് വായിക്കാം. വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കു ചേരാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവന്റെ മുൻപിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് മദ്യപാനത്തില്, ജഡമോഹങ്ങളില്, മധുരോത്സവത്തില്, ഈ ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളിൽ എല്ലാ ജാതികളോട് ഇടപഴകി കഴിഞ്ഞ മനുഷ്യൻ ഒരു കാലത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചം കിട്ടിയപ്പോൾ, ധ്യാനങ്ങളെ സംബന്ധിച്ചപ്പോൾ, തിരുസഭയുടെ പ്രബോധനങ്ങളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തു നിന്നെല്ലാം വിട്ടുമാറി ഒരു കൃപയുടെ തിരുസഭാ ജീവിതം, കൗദാശിക ജീവിതം, പ്രാർത്ഥനാ ജീവിതം, അങ്ങനെയുള്ള ജീവിതാവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ പലരും ദുഷിക്കാൻ വേണ്ടി തുടങ്ങി. നീ എത്ര ദിവസം പിടിച്ചു നോക്കൊന്ന് കാണാം, ഇതൊക്കെ എന്തൊക്കെ കാര്യമാണോ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കുത്തുവാക്കുകൾ നിന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനെല്ലാം ഇങ്ങനെ പറയുന്നതിൻ്റെ എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ആർക്ക് പറയാം? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹ അത് വളരെ കൃത്യമായിട്ട് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കായുടെ വിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിന്റെ 1-2 തിരുവചനങ്ങളാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സ് 1 and 2. യേശു ശിഷ്യരോട് പറഞ്ഞു, ഒരു ധനവാൻ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാന്റെ പരാതി ലഭിച്ചു. യജമാൻ അവനെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ച് വിട്ടപ്പോൾ തന്നെ ചില കാര്യങ്ങൾ ദൈവം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ കാര്യസ്ഥനാണ്. ചില കാര്യങ്ങൾ ചിലവഴിക്കാനും ചില കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള നിയോഗം നമ്മുടെ മേലുണ്ട്. എന്നിട്ട് ദൈവഗത പ്രകാരം അല്ലാതെ ആ കാര്യത്തിൽ ചില ഇടപാടുകൾ വരുത്തിയാൽ
ദൈവം കണക്ക് ബോധിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സമയമുണ്ടെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊക്കെ വിഷയങ്ങളിലാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒറ്റയ്ക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത്? ഏതൊക്കെ വിഷയങ്ങൾക്കാണ് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടത്? നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളുടെ കണക്കാണ് കൊടുക്കേണ്ടത്. നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ കണക്കാണ് കൊടുക്കേണ്ടത്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള വെളിച്ചം കിട്ടാൻ യെസക്കേൽ പ്രവചനത്തിൽ 33-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. ബുക്ക് ഓഫ് യെസക്കേൽ ചാപ്റ്റർ 33 വേഴ്സ് 1 to 6. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, ഞാനൊരു ദേശത്തിന്റെ മേൽ വാളയക്കുകയും ആ ദേശത്തെ ജനം തങ്ങളിൽ ഒരുവനെ കാവൽക്കാരനെ നിയമിക്കുകയും വാൾ വരുന്നത് അവൻ കാണുകയും കാഹളമൂതി മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. കാഹളനാദം കേട്ടിട്ടും മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവനെ വാൾ വിച്ഛേദിച്ച് കളയും. അവന്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ. അവൻ കാഹളനാദം കേട്ടു, മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല. അവന്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ. മുന്നറിയിപ്പ് സ്വീകരിച്ചെങ്കിൽ അവന് ജീവൻ രക്ഷിക്കാമായിരുന്നു. വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തന്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക. എന്നാൽ അവന്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവം പ്രവാചകനെ ഒരു ജനത്തിന്റെ കാവൽക്കാരനായി നിയമിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കുടുംബജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു കാവൽക്കാരനാണ് നമ്മൾ. മറ്റൊരു അഭിഷേകം എപ്പിസോഡിൽ കാവൽക്കാരൻ നിലവിളിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇടവകയാണെങ്കിൽ അവരുടെ കാവൽക്കാരാണ് വികാരിയച്ഛൻ. ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അവിടുത്തെ ഒരു കാവൽക്കാരിയാണ് സിസ്റ്റർ. സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ അത്തരം കുട്ടികളൊരു കാവൽക്കാരനാണ്. അങ്ങനെ കാവൽക്കാരൻ ചില മുന്നറിയിപ്പുകൾ കൊടുക്കാതിരുന്നാൽ, ചില കാര്യങ്ങൾ പറയാതിരുന്നാൽ വലിയ അപകടമുണ്ട്. ആ കാവൽക്കാരന് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളോട് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ദൂതുകളും ദൈവത്തിന്റെ സന്ദേശങ്ങളും തിരുസഭയുടെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും നമ്മളിതെല്ലാം പറഞ്ഞതാണ്, നമ്മളെല്ലാം ചെയ്തതാണ്, എന്നിട്ടും നഷ്ടപ്പെട്ടു പോയാൽ, നമ്മൾ പ്രാർത്ഥിച്ചു എന്നിട്ടും കൈവിട്ടു പോയാൽ, എന്നാൽ നമ്മൾ പറയാതിരുന്നത് മൂലം, നമ്മൾ കൊടുക്കാതിരുന്നത് മൂലം ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ആ ആത്മാവ് അതിൻ്റെ പാപത്തിലാണ് നശിച്ചു പോകുന്നതെങ്കിലും ഈ പറയാതിരുന്ന ആളോട് ദൈവം കണക്ക് ചോദിക്കുമെന്ന് വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ ജീവിതത്തെ അടിമുടി ആകമാനം മാറ്റിമറിച്ച ഒരു സംഭവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ലൈനിലേക്ക് തിരിയാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. അതിതാണ്, ഞാൻ പഠിക്കുന്ന സമയമാണ്. ഞാൻ പഠിക്കുന്ന സമയം ഒരു ദിവസം ഞാൻ അപ്പോൾ കോളേജിൽ നിന്ന് പഠിച്ച് ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ പഠിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ പഠിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു ദിവസം എന്തോ കളിക്കാൻ പോകണം. 4 മണി സമയമാണ്. കളിക്കാൻ പോകാനെന്ന് കഴിഞ്ഞാൽ മുറിയിൽ വന്ന് പെട്ടെന്ന് കളിക്കാൻ പോകാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്തെ മുറിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരനാണ്, എൻ്റെ മുറിയിൽ വന്നിട്ട് അവൻ ഓഫായിട്ട് അവിടെ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിളിച്ചു, എന്താ വിഷയം? അവൻ മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, നീ കളിക്കാൻ പോകണം, നീ വേഗം കാര്യം പറ. അവൻ മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, നീ കാര്യം പറ. അവൻ ആകെ ഓഫായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കാര്യം കേൾക്കാതെ കളിക്കാൻ പോയാൽ കളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുമെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ സങ്കടം വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതായാലും ഇവനോട് സംസാരിച്ചിട്ട് പോകാം, എന്നെ കളിച്ചില്ലെങ്കിൽ സാരമില്ല, ഞാൻ ചെന്നൊരു വിഷയം നമുക്ക് പരിഹരിക്കാം, നമുക്ക് തീർക്കുന്ന കാര്യം പറ. അവൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, തലേ ദിവസം ഞാൻ അവനെ കാണുന്ന തിങ്കളാഴ്ചയാണ്, ഞായറാഴ്ച അവൻ കാറ്റഗറിസ് അധ്യാപകനാണ്, ഒരു മതാധ്യാപകനാണ്. അങ്ങനെ പള്ളിയിൽ, ഇടവക പള്ളിയിൽ കാറ്റഗറിസ് വേദപാഠം പഠിപ്പിക്കാൻ പോയി. 12ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പിന്നെ 2 പീരീഡും കഴിഞ്ഞ് കുട്ടികളെ വീട്ടിലേക്ക് വിട്ട്, അപ്പോൾ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പെൺകുട്ടി ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ചെറിയ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പ്ലാൻ ചെയ്തതാണ്. എന്താണെന്നറിയില്ല, സിനിമയോ എന്താ കളി, എന്തൊരു പരിപാടികൾ അവൻ്റേതായ എന്തൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പം തന്നെ കാണണമെന്നുണ്ടെന്ന് ചോദിച്ചാൽ അവർ ഇപ്പം തന്നെ കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. പറഞ്ഞു, ഞാൻ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, വലിയ അത്യാവശ്യ കാര്യമല്ല, പക്ഷെ പറഞ്ഞത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ് ചില അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, ഞാൻ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ കണ്ടാൽ മതിയാവുമോ എന്ന് ചോദിച്ചു.
അവൾ കുട്ടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഓക്കെ അടുത്ത ഞായറാഴ്ച ആയാലും കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ശരി കേട്ടെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ആള് പോയി. പെൺകുട്ടി വഴിക്കും പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് വൈകുന്നേരം, തിങ്കളാഴ്ച വൈകുന്നേരം ഈ ചെറുപ്പക്കാരൻ എൻ്റെ മുറിയിൽ നിന്ന് വളരെ സങ്കടപ്പെട്ട് കരയാൻ കാരണം എന്താണെന്നറിയാവോ? അന്ന് വൈകുന്നേരം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒരു വാക്ക് അവളോട് പറഞ്ഞായിരുന്നെങ്കിൽ, അതൊന്നും വേണ്ട, അവൾ പറയുന്ന കാര്യം ഞാനത് കേട്ടായിരുന്നെങ്കിൽ, അവളുടെ വിഷയം എന്താണെന്ന് അറിഞ്ഞിട്ട് അവളെ ഒന്ന് ആശ്വസിപ്പിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവളെ ആശ്വസിപ്പിക്കാൻ, അവരുടെ പ്രശ്നത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളിലേക്ക് ഒന്ന് എത്തിക്കാൻ സാധിച്ചായിരുന്നെങ്കിൽ, ഇപ്പോ ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോയതിന് ഞാൻ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരില്ലേ? ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോയതിന് ഞാൻ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ ജീവിതത്തെ ആകമാനം വലച്ച ഒരു സംഭവമാണിത്. ഞാൻ അവന് ഒരു തരത്തിൽ പറഞ്ഞ സാരമില്ല, നീ അനുദപിച്ച് കുമ്പസാരിക്കണം, പിന്നെ ആ നഷ്ടപ്പെട്ട ആത്മാവിന് വേണ്ടി വിശുദ്ധ കുർബാനയെല്ലാം കണ്ട് കഴിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് വിട്ടെങ്കിലും ഞാൻ ഇങ്ങനെ ചിന്തിച്ച എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറയാതിരുന്നത് മൂലം, ഞാൻ കേൾക്കാതിരുന്നത് മൂലം, ഞാൻ സമയം കൊടുക്കാതിരുന്നത് മൂലം, എൻ്റെ സ്വാർത്ഥത മൂലം ഈ ലോകത്ത് ഇതിനോടകം എത്രയധികം ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ അടിസ്ഥാനപരമായിട്ട് ഓരോ മനുഷ്യ വ്യക്തിയും കൊടുക്കേണ്ടതെന്ന് പറയുന്നത്, ഈ ഓരോ വ്യക്തിക്കും ദൈവം ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ആത്മാക്കളുടെ കണക്കാണ് അന്ത്യവിധി നാളിൽ ദൈവം ചോദിക്കുന്നത്. ഒരു കുടുംബജീവൻ നയിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ, ജീവിത പങ്കാളിയുടെ ആത്മാവിന്റെ കണക്ക് കൊടുക്കാൻ കടപ്പെട്ട മനുഷ്യരാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മക്കളുടെ ആത്മാക്കളുടെ കണക്ക് കൊടുക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ ആത്മാവിന്റെ കണക്ക് കൊടുക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. ഒരു കുടുംബത്തിൽ പറഞ്ഞ ഏകോദ സഹോദരങ്ങളെങ്കിലും ഓരോ സഹോദരൻ ആത്മാവിന്റെ കണക്ക് കൊടുക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. നമ്മൾ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്, ഏതൊക്കെ ആത്മാക്കൾ നമ്മളുമായിട്ട് കണക്ഷൻ ആവുന്നുണ്ടോ അത്ര ആത്മാക്കളുടെ കണക്ക് കൊടുക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 17-ാം തിരുവചനമാണ്. നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താണ്, ആരാണോ നേതൃത്വം, ആ നേതൃത്വത്തെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അവർ ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്നറിയോ? നിങ്ങൾ ആ വചനത്തിലേക്ക് നോക്കിയേ, കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളുടെ പഠനത്തിന്റെ മേൽനോട്ടം വഹിച്ചു, ആത്മാവിന്റെ മേൽനോട്ടം വഹിച്ചോ? ജീവിത പങ്കാളിയുടെ ജോലിയുടെ ബാക്കി എല്ലാ ഭൗതിക സംബന്ധ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, ആത്മാവിന്റെ മേൽനോട്ടം വഹിച്ചോ? നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് അത്ര ആത്മാക്കളുടെ മേൽനോട്ടമല്ല വഹിക്കേണ്ടത്. സ്ഥാപനത്തിന്റെ മേൽനോട്ടം വഹിക്കുമ്പോൾ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നുണ്ടോ? ഇത് അവനവന്റെ ജീവിതാവസ്ഥയ്ക്ക് അനുസരിച്ച് അവനവൻ ചിന്തിക്കേണ്ടതാണ്. അവനവന്റെ ജീവിതാവസ്ഥയ്ക്ക് അനുസരിച്ച് അവനവൻ ചിന്തിക്കേണ്ടതാണ്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവചനം വചനം വെളിപ്പെടുത്തി എങ്ങനെയാണ്? ഒരാത്മാവിന്റെ തിരിച്ചു വരവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് പ്രധാനമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? വചനം വെളിപ്പെടുത്തുകയാണ്. ഈ ഭൂമിയിലേക്ക് ഒരാത്മാവിനെ ദൈവം സൃഷ്ടിച്ചു വിടുമ്പോൾ ആ ആത്മാവ് തിരിച്ചു വരാൻ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. അസൂയ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടേം പോസിറ്റീവ് ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മൾ വഴി രക്ഷ പ്രാപിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന ആത്മാക്കൾ നമ്മൾ വഴിയെ രക്ഷ പ്രാപിക്കുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്ക്, എത്ര ആത്മാക്കളെ ദൈവം നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് സമയമില്ല.
നമുക്ക് നൂറ് കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ ഓടുമ്പോൾ കണക്ക് കൂടെ അതാ ചോദിക്കണത്. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. അതാണ് ദൈവം കണക്ക് ചോദിക്കുമ്പോൾ എന്തു കൊടുക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ അനുദപിക്കേണ്ട മേഖല അനുദപിക്കണം, തീരുമാനം എടുക്കേണ്ട വേണം തീരുമാനം എടുക്കണം, കൃപ ചോദിക്കേണ്ട മേലേക്ക് കൃപ ചോദിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഭയഭക്തി ബഹുമാന ആദരവോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാന ആരാധനകളും ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്ന സമയമാണ്. ഈ സമയത്ത് കർത്താവ് നമ്മുടെ കുടുംബം സന്ദർശിക്കുന്ന സമയമാണ്. വചനം വെളിപ്പെടുത്തുന്ന അവിടുത്തെ സന്ദർശനത്താൽ വൈക്കോല് തീപ്പൊരി എന്നതുപോലെ നിങ്ങൾ കത്തിപ്പടരും. ദൈവത്തിൻ്റെ സന്ദർശനത്തിൽ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. അവിടുത്തെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എല്ലാ തിന്മകളും ബന്ധനങ്ങളും അഴിഞ്ഞു പോകും. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ഓരോരുത്തരും ഇപ്പോൾ സ്തുതിക്കുകയാണ്, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് അത്ഭുതകരമായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതകരമായി ഞങ്ങളുടെ കുടുംബങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അവിടുത്തെ സന്ദർശനത്തിൽ എല്ലാ മുഖത്തിൻ്റെ കെട്ടുകളും അഴിയട്ടെ. അവിടുത്തെ സന്ദർശനത്തിൽ എല്ലാ പൈശാചികളും ഒഴിഞ്ഞു പോകട്ടെ. അവിടുത്തെ സന്ദർശനത്തിൽ തടസ്സങ്ങളും കെട്ടുകൾ വിട്ടുമാറി പോകട്ടെ. അവിടുത്തെ സന്ദർശനത്തിൽ പുതിയ വഴികൾ ഇപ്പോൾ തുറങ്ങപ്പെടട്ടെ. ഓ കർത്താവേ, കൈകൾ ഉയർത്തി ചങ്കപ്പെട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദാസന്മാരുടെ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന രോഗപീഠങ്ങളും തിന്മയുടെ ബന്ധനങ്ങളും പൈശാചികപീഠങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളെ യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചു. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, യേശുവേ